എല്ലാവർക്കും നമസ്കാരം. ഞാൻ രഞ്ജിത്ത് ആർ കെ തഴവ. എല്ലാവർക്കും ചലഞ്ചർ ആപ്പിൻ്റെ CSCBയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അത്യാവശ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്കറിയാം CSCB എല്ലാ ആഴ്ചയിലും പരീക്ഷ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയാണ് നമ്മൾ പ്രത്യേകം ഒരു ചാനൽ എന്ന രീതിയിൽ തുടങ്ങിയത്. ചിപ്പി മിസ്സും ഞാനുമാണ് ഇത് ലീഡ് ചെയ്യുന്നത്. എപ്പോഴും ക്ലാസ്സുകൾ നൽകുന്നുണ്ട്. ചിപ്പി മിസ് എല്ലാ വിഷയങ്ങളും കോർ കൈകാര്യം ചെയ്യുന്ന ടീച്ചറാണ്. അതുപോലെ ഇംഗ്ലീഷ്, മാത്സ് ഞാനും വിശാഖ് സാറും നിങ്ങളോടൊപ്പം തന്നെ ഉണ്ട്. ഇപ്പോൾ വന്നിരിക്കുന്നത്, എല്ലാവരും ചാനൽ ആദ്യം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വന്ന കാര്യം പറയാം. വന്നിരിക്കുന്നത് ഇന്നലെ നടന്ന പരീക്ഷയുടെ, ഇന്നലെ എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച നടന്ന പരീക്ഷയുടെ ലേറ്റസ്റ്റ് ചോദ്യപേപ്പർ, അതിൽ ഇംഗ്ലീഷ് മാത്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയാണ്. എൻ്റെ കാരണം എല്ലാം നമ്മൾ പഠിപ്പിക്കുന്നതാണ്, പഠിപ്പിച്ചതുമാണ്. എൻ്റെ കോഴ്സ് കണ്ടവർക്കറിയാം ഈ ചോദ്യങ്ങളെല്ലാം ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഈവൻ വൊക്കാബുലറി ഉൾപ്പെടെ. രണ്ടാമത്തെ കാര്യം, എൻ്റെ ബുക്കിലുള്ള കാര്യങ്ങളാണ് കൃത്യമായിട്ട് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ചോദ്യങ്ങളും ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുന്ന ചോദ്യങ്ങളായിരുന്നു. ചോദ്യം ഒന്ന് വിശകലനം ചെയ്യുക. ഇനി വരുന്ന പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് അത് വളരെ ഗുണപ്രദമായിരിക്കും. ഓരോ ചോദ്യങ്ങളും ഞാൻ പറഞ്ഞു പോകാം. സ്കേഴ്സ്ലി ഡാഷ് ദ അനൗൺസ്മെൻറ്റ് മേഡ് വെൻ പ്രൊട്ടസ്റ്റ് ഇറപ്റ്റഡ് എന്നാണ്. രണ്ട് കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. ഒന്നാമത്തെ, സ്കേഴ്സ്ലി എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് വേർഡാണ്, നമുക്കറിയാം. പക്ഷെ തുടക്കത്തിൽ വന്നാൽ അതൊരു കൺജങ്ഷനാണ്. സ്കേഴ്സ്ലി വെൻ എന്ന് പറയുന്ന ഒരു കൺജങ്ഷൻ ഉണ്ട്. സ്കേഴ്സ്ലി വന്നാൽ ഇവിടെ വെൻ വരും. അതിനുശേഷം സ്കേഴ്സ്ലിക്ക് ശേഷം ആദ്യം ഓക്സിലറി വെർബ് പിന്നെ സബ്ജക്റ്റ്. എന്താണ്? സ്കേഴ്സ്ലിക്ക് ശേഷം ആദ്യം ഓക്സിലറി വെർബ് പിന്നെ സബ്ജക്റ്റ് എന്ന ഫോമിലാണ് എഴുതേണ്ടത്. ഇവിടെ എല്ലാ ഓക്സിലറി വെർബ്, ഹാഡ്, വാസ്, ഹാസ്, ഡിഡ്. പഠിച്ചിരിക്കേണ്ട കാര്യം, ഒന്നുകിൽ ഡിഡ് വരും പാസ്റ്റ് ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഹാഡ് വരും. കണ്ടുപിടിക്കാനുള്ള മാർഗം, ഡിഡ് വന്നാൽ സബ്ജക്റ്റിന് ശേഷം വെർബിൻ്റെ ബേസ് ഫോം V1ഉം ഹാഡ് വന്നാൽ സബ്ജക്റ്റിന് ശേഷം V3യും വരും. അതായത് ഡിഡ് ആണോ ഹാഡ് ആണോ, ബാക്കി രണ്ടും വരത്തില്ല. ഡിഡ് ആണോ ഹാഡ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ ഏറ്റവും നല്ല മാർഗം ഏതാന്ന് ചോദിച്ചാൽ വെർബ് നോക്കിയാൽ മതി. മേക്കും മേഡും. മേക്ക് V1ഉം മേഡ് V3യും. അതായത് V3 ആണെന്ന് മനസ്സിലായാൽ പിന്നെ ആലോചിക്കേണ്ട, ആൻസർ ഹാഡ്. ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഹാഡാണ്. ഡിഡ് പ്ലസ് V1ഉം ഹാഡ് പ്ലസ് V3. ആ ഒരെണ്ണം എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ വേണം. സ്കേഴ്സ്ലിക്ക് ശേഷം വരുന്ന രണ്ടെണ്ണമാണ് ഹാഡും ഡിഡും. അത് രണ്ടും ഓപ്ഷനിൽ തന്നു കഴിഞ്ഞാൽ സബ്ജക്റ്റിന് ശേഷം കൊടുത്തിരിക്കുന്ന വാക്ക് V1 ആണോ V3 ആണോ എന്ന് നോക്കിയാൽ മതി. V1 ആണെങ്കിൽ ഡിഡും, V3 ആണെങ്കിൽ ഹാഡും. ഇവിടെ മേഡ് V3 ആണ്, മേക്കാണ് V1. എളുപ്പം കണ്ടുപിടിക്കും. നെക്സ്റ്റ്, ചൂസ് ദ കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ്. എവരിവൺ ഹാസ് സബ്മിറ്റഡ് ദ ഫോം. എപ്പോഴും ഞാൻ പഠിപ്പിക്കുന്ന ഈ എവരിവൺ വന്നു കഴിഞ്ഞാൽ ഹാസ് വരും. ഹാസിൻ്റെ കൂടെ ഹാസിൻ്റെ, അതേപോലെ എവരിവൺ വന്നാൽ ദേ വരും. എല്ലാവരും എഴുതുന്ന ഉത്തരം ഹാസിൻ്റെ ദേ എന്നാണ്. അത് ചിലപ്പോൾ ഓപ്ഷനിൽ കാണും, അവിടെ ഹാസിൻ്റെ എവരിവൺ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ശരിയായ ഉത്തരം ഹാവിൻ്റെ ദേ ആണ്. ഹാസ് എങ്ങനെ ഹാവായി എന്ന് പലരും ചോദിക്കും. സംശയിക്കേണ്ട, ക്ലാസ്സിൽ പറഞ്ഞതാണ്. ദേ വരും, എവരിവൺ വന്നാൽ ദേ വരും. ദേയുടെ കൂടെ ഹാസ് ചേരത്തില്ല. ദേ സിംഗുലർ അല്ല, പ്ലൂറലാണ്. അതുകൊണ്ട് ദേയുടെ കൂടെ ഹാവാക്കണം. ഇപ്പോൾ ഈസ് വന്നാൽ നമ്മൾ ആറാക്കും, വാസ് വന്നാൽ വേറാക്കും. അതുകൊണ്ടാണ് ഹാസ് വന്നിട്ടും ഹാവിൻ്റെ ദേ എന്ന് വന്നത്. ക്വസ്റ്റ്യൻ ടാഗ് ചോദിച്ചു. സ്പീച്ച് ഡെലിവേർഡ് വിത്തൗട്ട് പ്രിയർ പ്രിപ്പറേഷൻ. അതായത് യാതൊരു പ്രിപ്പറേഷനും ഇല്ലാതെ പെട്ടെന്ന് നടത്തുന്ന പ്രസംഗത്തെ വിളിക്കുന്ന പേര് ഇംപ്രോംപ്റ്റോ സ്പീച്ച്. എന്ത് വിളിക്കുന്നത്? എലക്യൂഷൻ അല്ല, എലക്യൂഷൻ പ്രസംഗമാണ്. അത് പ്ലാൻ ചെയ്ത് നടത്തുന്ന പ്രസംഗമാണ്. എന്നാൽ ഇംപ്രോംപ്റ്റോ സ്പീച്ച് എന്ന് പറഞ്ഞ അർത്ഥം വിത്തൗട്ട് എനി പ്രിപ്പറേഷൻ. അതൊരു ഫോറിൻ വേർഡാണ്, ഇംപ്രോംപ്റ്റോ എന്ന് പറയും. വിത്തൗട്ട് എനി പ്രിപ്പറേഷൻ. അതായത് അബ്ദുൽ കലാമൊക്കെ ഇങ്ങോട്ട് സ്റ്റേജിലോട്ട് കയറി വന്നിട്ട് അങ്ങ് പ്രസംഗിക്കുകയാണ്, അതിനൊരു പ്ലാനിങ് ഇല്ല. അതിനാണ് ഇംപ്രോംപ്റ്റോ സ്പീച്ച് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, എക്സ്റ്റംപോർ എന്നും പറയും. എക്സ്റ്റംപോർ, സ്കൂളിലൊക്കെ എക്സ്റ്റംപോർ നടത്താറുണ്ട്, അറിയാം. എക്സ്റ്റംപോർ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞ അർത്ഥം വിത്തൗട്ട് എനി, പിന്നെ പ്രസംഗം തുടങ്ങുന്നതിന് 2 മിനിറ്റോ 5 മിനിറ്റോ മുമ്പ് വിഷയം കൊടുക്കും. പെട്ടെന്ന് കയറി പ്രസംഗിച്ചോണം. അതിനെ വിളിക്കുന്നത് എക്സ്റ്റംപോർ. അക്നോളജ്മെൻറ്റ് എന്ന് പറയുന്ന വാക്കിൻ്റെ സ്പെല്ലിങ് വളരെ എളുപ്പമാണ്. അക്കെന്ന് എഴുതുക, നോളജ് എന്ന് എഴുതുക, മെൻ്റ് എന്ന് എഴുതുക. ഇങ്ങനെയാണ് പഠിക്കേണ്ടത്. ഇങ്ങനെ മുറിച്ച് പഠിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും തെറ്റത്തില്ല. അക്നോളജ്മെൻറ്റ്. നോളജിൻ്റെ സ്പെല്ലിങ് അറിയാത്ത ആരുമില്ല, മെൻറ്റിൻ്റെ സ്പെല്ലിങ് അറിയാത്ത ആരുമില്ല. അക്ക്, AC. ഇനി കണ്ടുപിടിക്കുക, അക് നോളജ്മെൻറ്റ്. ഉത്തരം കിട്ടി. ഒരുപാട് ആലോചിക്കാൻ പോയാൽ കൺഫ്യൂഷനാണ്. ഇതെല്ലാം കൂടെ നമ്മളെ ഭ്രാന്ത് പിടിപ്പിക്കും. ഇങ്ങനെയാണ് മുറിച്ച് സ്പെല്ലിങ് പഠിക്കുക. നെക്സ്റ്റ്, ഹാഡ് ദ ഇൻസ്ട്രക്ഷൻസ് ഡാഷ് ക്ലിയർലി ദ മിസ്റ്റേക്ക് വുഡ് നോട്ട് ഹാവ് ഒക്കേഡ്. ഞാൻ ക്ലാസ്സിൽ പഠിപ്പിച്ചതാ. ഈഫ് ഇല്ലാതെ ഈഫ് ക്ലോസ് ചോദിക്കും. ഈഫിൻ്റെ മൂന്നാമത്തെ കണ്ടീഷനിലാണ് ഹാഡ് പ്ലസ് V3 വരുന്നത്. ഹാഡ് പ്ലസ് V3 വന്നാൽ അപ്പുറത്ത് വുഡ് ഹാവ് V3 വരും.
വുഡ് ഹാവ് V3 വരും. ഇത് ഈഫ് ക്ലോസ് തന്നെയാണ്. ആണ്ടേ വുഡ് ഹാവ് ഒക്കെയാണ്, വുഡ് നോട്ട് ഹാവ് മൂന്നാമത്തെ കണ്ടീഷന്. അപ്പോൾ ഇവിടെ വരേണ്ടത് ഹാർഡ് പ്ലസ് V3 ആണ്. അപ്പോൾ ഈഫ് എന്തേന്ന് ആരെങ്കിലും ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം ഈഫ് വരാം. ഇഫ് യു ഹാഡ് വർക്ക്ഡ് എന്നുള്ളതിനെ ഹാഡ് യു വർക്ക്ഡ് എന്ന് എഴുതിയാൽ ശരിയാ. നീ വർക്ക് ചെയ്തിരുന്നെങ്കിൽ എന്ന അതേ അർത്ഥത്തിൽ ഹാഡ് യു വർക്ക്ഡ്, നീ വർക്ക് ചെയ്ത്, രണ്ടും ഒരേ അർത്ഥം. ഈഫ് വേണ്ട, ഈഫ് ഇല്ലാതെ മൂന്നാമത്തെ കണ്ടി. അപ്പം ഹാർഡ് V3 വരും. സത്യത്തിൽ ഇവിടെ ഹാർഡ് V3 ഇല്ല. ഹാർഡ് ഇവിടെ ഉണ്ട്, വരേണ്ടത് V3 ആ. V3 എന്ന് പറഞ്ഞാൽ എക്സ്പ്ലെയിൻഡ് ആണ്. എക്സ്പ്ലെയിൻഡ്. ഹാഡ് ദ ഇൻസ്ട്രക്ഷൻസ് എക്സ്പ്ലെയിൻഡ്. ഒരു വലിയ പ്രശ്നമുണ്ട്. ദ ഇൻസ്ട്രക്ഷൻസ് ഹാഡ് എക്സ്പ്ലെയിൻഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇഫ് ദ ഇൻസ്ട്രക്ഷൻസ് ഹാഡ് എക്സ്പ്ലെയിൻഡ് എന്ന് പറഞ്ഞാൽ അർത്ഥം ശരിയായിട്ട് എടുത്തില്ല. ബൈ സംബഡി, വേറെ ആരോ ചെയ്താണ്, പാസീവ് ആക്കി ഇടണം. അതുകൊണ്ട് ആൻസർ ഹാഡ് ബീൻ എക്സ്പ്ലെയിൻ. നല്ല സ്റ്റാൻഡേർഡ് ചോദ്യമാണ് ഇത്. ചിലപ്പോൾ നിങ്ങളും വിചാരിക്കുന്നുണ്ടായിരിക്കും ഇത് എങ്ങനെയാണ് ഈ കൊനസ്റ്റ് ഇത് കണ്ടുപിടിക്കുന്നത്. സംഭവമൊന്നുമില്ല. ഇപ്പം നമ്മൾ ഈ ഹാഡ് ദ ഇൻസ്ട്രക്ഷൻസ്, ഹാഡ് ഇവിടെ ഉണ്ട്, ഇനി ഇവിടെ വരേണ്ടത് V3 ആണ്. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് എക്സ്പ്ലെയിൻഡ് ഉത്തരവായിട്ട് എഴുതി വെക്കും. പക്ഷേ ഇഫ് ദ ഇൻസ്ട്രക്ഷൻസ് ഹാഡ് എക്സ്പ്ലെയിൻഡ് എന്ന് മാറ്റി നോക്കുമ്പം ഇൻസ്ട്രക്ഷൻസ് ഒരിക്കലും എക്സ്പ്ലെയിൻ ചെയ്യത്തില്ല. അത് മറ്റാരോ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നതാണ്. ആക്റ്റീവിലല്ല എഴുതേണ്ടത്, പാസീവിൽ. ഹാർഡ് പ്ലസ് V3യുടെ പാസീവ് ഫോം ഹാഡ് ബീൻ V3 ആണ്. അതാണ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. ഹാഡ് ദ ഇൻസ്ട്രക്ഷൻസ് ബീൻ എക്സ്പ്ലെയിൻഡ് ക്ലിയർലി ദ മിസ്റ്റേക്ക് വുഡ് നോട്ട് ഹാവ് ഒക്കേഡ്. അത് ഈഫ് ചേർത്ത് വരുമ്പം ഇഫ് ദ ഇൻസ്ട്രക്ഷൻസ് ഹാഡ് ബീൻ എക്സ്പ്ലെയിൻഡ് ക്ലിയർലി ദ മിസ്റ്റേക്ക് വുഡ് നോട്ട് ഹാവ് ഹാപ്പൻഡ് എന്ന് വരും. ഇതല്ല കറക്റ്റ്, ഇതാണ് ശരി ഉത്തരം. നെക്സ്റ്റ്, കൂടുതൽ ഏറ്റവും സ്റ്റാൻഡേർഡ് ചോദ്യം. ഹി വാസ് എലക്റ്റഡ് ഡാഷ് മെമ്പർ ഓഫ് പാർലമെൻറ്റ് ഫ്രം ദ കോൺസ്റ്റിറ്റ്യുവൻസി. ആർട്ടിക്കിൾ ഏതാണ്? എ മെമ്പർ ആണോ? സ്വാഭാവികമായിട്ടും ആൻ വരത്തില്ല. ആൻ MP എന്ന് പറഞ്ഞേന്, MP ആയിരുന്നെങ്കിൽ. അപ്പോൾ ആൻ ഒഴിവാക്കാം. പിന്നുള്ളത് എയും ആണ്, ദായും ആണ്, നോ ആർട്ടിക്കിളാണ്. ഇതിനകത്ത് ഏതാ ശരി? ഹി വാസ് എലക്റ്റഡ്, അവനെ ലീഡറായി. ഹി വാസ് എലക്റ്റഡ് ലീഡർ. ഹി വാസ് എലക്റ്റഡ് ലീഡർ. അവിടെ സത്യം പറഞ്ഞ ആർട്ടിക്കിളിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ ചിലപ്പോൾ ദാണ്ട് ഇങ്ങനെ കൊടുത്തിരിക്കും, എ മെമ്പർ ഓഫ് പാർലമെൻറ്റ് എന്ന് കൊടുത്തിരിക്കും. സ്വാഭാവികമായിട്ട് ഹി വാസ് എലക്റ്റഡ് ആസ് എ മെമ്പർ ഓഫ് പാർലമെൻറ്റ് എന്ന് പറയാറുണ്ട്. ഹി വാസ് എലക്റ്റഡ് ആസ് എ മെമ്പർ ഓഫ് പാർലമെൻറ്റ്. പക്ഷേ ഉത്തരം നോ ആർട്ടിക്കിളാണ്. നോ ആർട്ടിക്കിൾ. നെക്സ്റ്റ്, ഷീ സ്ട്രോങ്ലി ഒബ്ജക്റ്റഡ്. ഒബ്ജക്റ്റഡ് എന്ന് പറയുന്ന വാക്കിന് ശേഷം ഉപയോഗിക്കുന്ന പ്രിപ്പോഷൻ ടു. ഒബ്ജക്റ്റഡിന് ശേഷം പിന്നെ എഗൻസ്റ്റ് വേണ്ട. ഒബ്ജക്റ്റഡ് ടു ഞാൻ എത്ര തവണ ക്ലാസ്സിൽ പറഞ്ഞതാണെന്നറിയാമോ? ഒബ്ജക്റ്റഡ് ടു, അക്കസ്റ്റംഡ് ടു, ഒബ്ജക്റ്റഡിന് ശേഷം ടു. മൈ ഫാദർ ഒബ്ജക്റ്റഡ് മീ ടു സ്മോക്കിംഗ് എന്നാണ് പറയുന്നത്. ഒബ്ജക്റ്റഡ് ടു. ഒബ്ജക്റ്റഡ് ടുന് ശേഷം എപ്പോഴും ING ഉപയോഗിക്കും. ഇവിടെ അങ്ങനെ ഒരു കേസ് അല്ലാത്തതുകൊണ്ടാണ് ING ഉപയോഗിക്കാത്തത്. ഓക്കെ, വെർബ് ഇൻഫിനിറ്റീവ് ഉപയോഗിച്ചിട്ടില്ല. ചൂസ് ദ കറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച്. ഐ വിൽ സബ്മിറ്റ്. രണ്ട് വെർബ് വന്നിട്ടുണ്ട്, രണ്ട് ക്ലോസാണ്. ഐ വിൽ സബ്മിറ്റ് ദ ആപ്ലിക്കേഷൻ ആഫ്റ്റർ ഐ റിസീവ്. ശ്രദ്ധിക്കേണ്ട കാര്യം വില്ല് വുഡ് ആവും, റിസീവ് രണ്ട് ക്ലോസ് ഉണ്ടായതുകൊണ്ട് രണ്ടാമത്തെ ക്ലോസ് റിസീവ്ഡ് ആവും. ഈ രണ്ട് വെർബും മാറിയിട്ടുള്ളത് ഉത്തരവായിട്ട് വരും. പെട്ടെന്ന് കണ്ടുപിടിക്കുക, ഓപ്ഷൻ നോക്കി ഉത്തരം എഴുതാം. വില്ല് വുഡ് ആകും, അപ്പോഴത്തെ റിസീവ്ഡ് ആവും. ഇനി പറയൂ, ഇവിടെ വില്ല വരത്തില്ല, ഇവിടെ വുഡ് വന്നിട്ടുണ്ട്, റിസീവ്ഡ് വന്നിട്ടുണ്ട്. ഇതായിരിക്കും ശരി. ഇവിടെ വുഡ് വന്നിട്ടുണ്ട്, പക്ഷേ റിസീവ് മാറിയിട്ടില്ല. ഇവിടെ തിരിച്ചൊക്കെ കൊടുത്തിരിക്കുന്നു. ഉത്തരം കിട്ടി. ഹി സെഡ് ദാറ്റ് ഹി വുഡ് സബ്മിറ്റ് ദ ആപ്ലിക്കേഷൻ ആഫ്റ്റർ ഹി റിസീവ്ഡ് ദ അപ്രൂവൽ. കഴിഞ്ഞു. ചൂസ് ദ കറക്റ്റ് സിനോണിം ഫോർ ദ വേർഡ് പ്രൂഡൻറ്റ്. ഏറ്റവും സൂപ്പർ ചോദ്യമാണ് ചോദിച്ചത്. അതായത് വൊക്കാബുലറി ഏറ്റവും സ്റ്റാൻഡാണ്. പ്രൂഡൻറ്റ് എന്ന് പറഞ്ഞ അർത്ഥം കെയർഫുൾ. പ്രൂഡൻറ്റിൻ്റെ അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത്, കെയർഫുൾ. പക്ഷേ കെയർഫുൾ എന്ന് പറയുന്നൊരു വാക്ക് ഓപ്ഷനിലില്ല. കെയർലെസ് അതിൻ്റെ ഓപ്പോസിറ്റാണ്. റെക്ലെസ് അതിൻ്റെ ഓപ്പോസിറ്റാണ്. ഹേസ്റ്റി തിടുക്കപ്പെട്ടാണ്. തിടുക്കമെന്ന് പറഞ്ഞാൽ കെയർഫുൾ എന്ന അർത്ഥമില്ല. കോഷ്യസ്, ശ്രദ്ധാലു. കോഷ്യസ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ശ്രദ്ധാലു. കെയർഫുൾ എന്ന് പറയുന്ന വാക്കിൻ്റെ മറ്റൊരു വാക്കാണ് കോഷ്യസ്. സോ പ്രൂഡൻറ്റ് എന്ന് പറയുന്ന വാക്കിൻ്റെ കൃത്യമായ അർത്ഥം കോഷ്യസ് ആണ്. ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ്. എക്സ്പ്ലിസിറ്റ് എന്ന് പറയുന്ന വാക്കിൻ്റെ ഓപ്പോസിറ്റ്. എക്സ്പ്ലിസിറ്റ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്തുവാണെന്ന് അറിയണം. എന്താണ് എക്സ്പ്ലിസിറ്റ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം? ക്ലിയർ, ഡയറക്റ്റ്, നേരെ വാ നേരെ പോ, ക്ലിയർ ആവുക, വ്യക്തമായിട്ട് പറയുക. അതിനെയാണ് എക്സ്പ്ലിസിറ്റിൻ്റെ ഓപ്പോസിറ്റ് എന്തുവാ? എക്സ്പ്ലിസിറ്റിൻ്റെ അർത്ഥമാണ് ക്ലിയർ, വരത്തില്ല. പ്രിസൈസ്, കൃത്യം, കൃത്യമാണ്, വരത്തില്ല. ഡയറക്റ്റ്, നേരെ വാ. വേഗ്, വേഗ് എന്ന് പറഞ്ഞാൽ വിവിഡ് എന്ന് പറയുന്ന വാക്കിൻ്റെ ഓപ്പോസിറ്റാണ് വേഗ്. വിവിഡ് എന്ന് പറഞ്ഞാൽ ക്ലിയർ ആണ്, വേഗ് എന്ന് പറഞ്ഞാൽ അൺക്ലിയർ, വ്യക്തമല്ലാത്ത. സോ ദ ആൻസർ ഈസ് വേഗ്. എക്സ്പ്ലിസിറ്റ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ക്ലിയർ ആണ്, ഓപ്പോസിറ്റ് വേഗ്. നല്ല ചോദ്യങ്ങൾ ആയിരുന്നു. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, സിമ്പിൾ ചോദ്യങ്ങളായിരുന്നു ചോദിച്ചത്, എല്ലാം പഠിപ്പിച്ചതാണ്. അതുമാത്രമല്ല, എൻ്റെ ഗ്രാമർ ടിപ്സ് ക്ലാസ്സുകൾ കണ്ടവർക്ക് ഈസി ആയിട്ട് ചെയ്യാം. അതേപോലെ ബുക്ക് വാങ്ങിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഗുണപ്രദമാണ്. നിങ്ങൾ എൻ്റെ ബുക്ക് വാങ്ങിക്കണം. അതിനകത്ത് ടിപ്സുകളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാക്സിമം നിങ്ങളത് പ്രയോജനപ്പെടുത്തണം. ബുക്ക് വേണ്ടവർ
നിങ്ങൾക്ക് CSCP പരീക്ഷയ്ക്ക് PSC തന്നെ ചോദിക്കുന്നതെന്ന് മനസ്സിലായല്ലോ. സെയിം സാധനങ്ങൾ, അതിനകത്ത് വലിയ മാറ്റങ്ങളൊന്നുമില്ല. ചിലർ പേടിച്ചിരിക്കുക CSCPക്ക് എന്തോ കനത്തതൊക്കെ ചോദിക്കും, അങ്ങനെയൊന്നുമില്ല, സെയിം തന്നെയാണ്. സോ ആ ബുക്ക് വാങ്ങിച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് സെറ്റാവും. കോഴ്സിൽ ജോയിൻ ചെയ്യണം. ബുക്ക് വേണ്ടവർ 9847928178 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി. താങ്ക് യു മൈ ഡിയർ ഫ്രണ്ട്സ്. പരീക്ഷ എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ ചെയ്ത എക്സ്പ്ലനേഷനിൽ എന്തെങ്കിലും മാറ്റമുണ്ട്? ഞാൻ ആ ആൻസർ കീ കണ്ടില്ല, PSCയുടെ ആൻസർ കീ ഞാൻ കണ്ടില്ല. ഇനി എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റിലൂടെ അറിയിക്കാം. തെറ്റുണ്ടെങ്കിൽ ഞാൻ തിരുത്തുന്നതായിരിക്കും. താങ്ക് യു മൈ ഡിയർ ഫ്രണ്ട്സ്. തൽക്കാലത്തേക്ക് ഇവിടെ വാങ്ങുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ.